നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നാളെ നാഗപഞ്ചമിയാ. നാഗപഞ്ചമിയില് ദശാസന്ധികള് സ്ഥാനം മാറിയപ്പോ എന്റെ ജാതകത്തില് ഒരു ദോഷം സംഭവിച്ചു. അതനുസരിച്ച് എനിക്ക് മൃത്യുഭയമുണ്ട് എന്ന് പറഞ്ഞ മനസ്സിലായോ? ഞാൻ ചത്തുപോവെന്നുള്ള പേടി. അമ്മയും മുത്തശ്ശിയും ആ പേടിയെ കുറിച്ചാ പറഞ്ഞത്. പക്ഷെ എനിക്ക് അങ്ങനൊരു പേടിയൊന്നുമില്ല. ഇതിനേക്കാളും വലിയ പരീക്ഷണങ്ങളൊക്കെ ഞാൻ മറികടന്നിട്ടുണ്ട്. പക്ഷേ പണ്ട് നടന്ന പോലെയല്ല, ജീവൻ വെച്ചുള്ള കളിയാ. അതൊന്നും സാരമില്ല കീർത്തി. നമ്മുടെ കയ്യില് വിലപ്പെട്ടത് എന്താണോ ഉള്ളത് അത് വെച്ചല്ലേ നമുക്ക് കളിക്കാൻ പറ്റൂ. ഓ നവീൻ, നവീൻ എന്നെ വിശ്വാസമല്ലേ? ഞാനിത് മറികടക്കുന്ന നവീന് തോന്നുന്നില്ലേ? ഗാഥ, തന്റെ ഭക്തിയിലും വ്രതാനുഷ്ഠാനങ്ങളിലൊക്കെ എനിക്ക് വിശ്വാസമാണ്. പക്ഷെ മുത്തശ്ശി, ഇതെന്താ വീണ്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഒരുപാട് നാളൊന്നും ആയില്ലല്ലോ എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട്. ചില മാറ്റങ്ങൾ പ്രവചനത്തിന് അതീതമാണ് മോനെ. അതുകൊണ്ടാണ് പൂജാരി ഒരുപാട് മുൻപേ നമ്മളോട് പറയാതിരുന്നത്. മോൻ പേടിക്കണ്ട. നാഗപഞ്ചമി ദിവസം നടക്കുന്ന പൂജയിലൂടെ. വേണ്ട മുത്തശ്ശി, കേട്ട് കേട്ട് മടുപ്പായി തുടങ്ങി, വെറുപ്പായി തുടങ്ങി. ഈ ആചാരങ്ങൾക്ക് മുന്നിൽ തല കുനിച്ച് നിൽക്കാൻ വയ്യ. സമാധാനം ആയല്ലോ 3 പേർക്കും. അവൻ ഇനി നേരെ ചൊവ്വേ ഭക്ഷണം പോലും കഴിക്കില്ല. അവനുള്ളത് കൂടി വിളമ്പി വെച്ച് തരാം, അതും കൂടി എടുത്ത് കഴിച്ചോ. എന്നാ പിന്നെ നിർമ്മലേ, അതെ ഞാൻ പോയി കൈ കഴുകിട്ട് വരാം. അമ്മ കഴിക്കാൻ വിളിക്കുന്നു. നാണമില്ലാത്ത വർഗങ്ങള്. ഹലോ. എന്താടി കളരിക്കല് സ്ഥിരതാമസമായപ്പോ ഞങ്ങളെയൊക്കെ മറന്നോ? ഞാനൊന്നും മറന്നിട്ടില്ല. അല്ലെങ്കിലും എല്ലാം മറക്കാനും പൊറുക്കാനും ഇനി ഒരുപാട് നാളൊന്നും ഞാനില്ല. എന്തു പറ്റി നിനക്ക്? എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവിടെ എന്താ കുഴപ്പം? ഇവിടെ ഒരു കുഴപ്പമില്ല. കുഴപ്പം മുഴുവനും എനിക്കാ. നീ കാര്യം എന്താന്ന് പറവണ്ണേ. ഇത്രയും നാളും പൂജയുടെ കാര്യം പറഞ്ഞ് നീ എന്നെ കളിയാക്കിയില്ലായിരുന്നോ? ഞാൻ പുതിയൊരു പൂജയുടെ മുന്നിൽ പോയി നിൽക്കാൻ പോവാ. എന്തിന്? നീ അതൊന്നും പറ്റില്ലെന്ന് പറഞ്ഞേക്ക്. പിന്നെ പൂജ. ഇതുവരെ പൂജയ്ക്ക് നിന്നത് മറ്റുള്ളവരെ രക്ഷിക്കാനല്ലേ? ഇത് എന്നെ രക്ഷിക്കാനാ, എന്റെ ജീവൻ രക്ഷിക്കാനാ. കൃഷ്ണ, നിനക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടേ. മര്യാദയ്ക്ക് കാര്യം എന്താന്ന് പറ. നീയേ അമ്മയോട് പറയരുത്. നടക്കാൻ പോകുന്ന പൂജ ഇവിടുത്തെ പൂജാരിയുടെ തീരുമാനപ്രകാരം. അത് പക്ഷെ നാഗപഞ്ചമി പൂജ കൃത്യമായി പൂർത്തിയാക്കാതിരിക്കോ വേറെ ഏതെങ്കിലും രീതിയിൽ പൂജയിൽ ഒരു വീഴ്ച വരികയോ ചെയ്താ നാഗപഞ്ചമി കഴിഞ്ഞ് ഞാൻ അടുത്ത പുലരി കാണില്ല. കൃഷ്ണ, നീ. എനിക്കതിൽ വിശ്വാസമാണ്. നാഗദൈവങ്ങളുടെ ശക്തി എനിക്കറിയാം. അവിടെ വെച്ച് എന്തേലും പറ്റിപ്പോയാ നീ എന്റെ അമ്മയെ നോക്കണം. നീ ഒന്ന് വെറുതെ ഇരുന്നേ. ഒരുമാതിരി യാത്ര പറച്ചിലൊക്കെ.